കോട്ടയത്ത് ഏറ്റുമാറിനടുത്ത് സ്കൂളിൽ ഇന്നൊരു അതിക്രമമുണ്ടായി. അവിടുത്തെ അധ്യാപികയുടെ കഴുത്തിൽ കത്തികൊണ്ട് മുറിവുണ്ടാക്കി. ആര്? അധ്യാപികയുടെ തന്നെ ഭർത്താവ്. കോട്ടയം ഏറ്റുമാനൂർ പേരൂർ ഗവൺമെന്റ് LP സ്കൂളിലായിരുന്നു ആ ഞെട്ടിക്കുന്ന സംഭവം. സ്കൂൾ വളപ്പിൽ അധ്യാപികയെ ഭർത്താവ് കത്തികൊണ്ട് ആക്രമിച്ചു. അധ്യാപികയായിട്ടുള്ള ഡോണിക്കാണ് ഇത്തരത്തിൽ ആക്രമണം നേരിടേണ്ടി വന്നത്. ഭർത്താവിന്റെ പേര് കൊച്ചുമോൻ എന്നാണ്. എന്താണ് ശരിക്കും ആ പേരൂർ ഗവൺമെന്റ് LP സ്കൂളിൽ സംഭവിച്ചത്? ഡോണിയും കൊച്ചുമോനും തമ്മിൽ കുടുംബ പ്രശ്നങ്ങൾ അത് പതിവായിരുന്നു. കുറച്ചധികം നാളുകളായി രണ്ടുപേരും പിരിഞ്ഞായിരുന്നു താമസം. ഏറ്റുമാനൂരിലെ വർക്കിംഗ് വിമൻസ് ഹോസ്റ്റലിലാണ് ഡോണിയ എന്ന ഈ അധ്യാപിക താമസിക്കുന്നത്. ഭർത്താവിന്റെ ക്രൂരമർദ്ദനത്തെ തുടർന്ന് മണർകാട് പോലീസിന് നേരത്തെ ഈ അധ്യാപിക ഒരു പരാതി നൽകിയിട്ടുള്ളതാണ്. ഇത് ഒത്തുതീർപ്പായാണ്. പക്ഷെ അതിനുശേഷവും പിന്നീടും മർദ്ദനമുണ്ടായതോടുകൂടി ഡോണിയ മാറി താമസിക്കാൻ തീരുമാനിച്ചു. അങ്ങനെയാണ് വർക്കിംഗ് വിമൻസ് ഹോസ്റ്റലിലേക്ക് ഡോണിയ എത്തുന്നത്. രാവിലെ ഈ ഡോണിയെ തേടി കൊച്ചുമോൻ ആ സ്കൂളിലേക്ക് എത്തി. അപ്പോൾ പ്രധാന അധ്യാപിക കാണുന്നുണ്ട്. ആ അധ്യാപകർക്കൊക്കെ അറിയാം ഈ കൊച്ചുമോനും ഈ ഡോണിയും തമ്മിൽ അത്ര രസത്തിലല്ല, മാറിയാണ് താമസിക്കുന്നതൊക്കെ. അപ്പോൾ സ്കൂളിലെത്തിയോ ഡോണിയ എന്നുള്ളതായിരുന്നു ചോദ്യം. അപ്പോൾ എന്താണ് കാര്യമെന്ന് ചോദിച്ചപ്പോൾ ചില പുസ്തകം കൈമാറാനുണ്ട് എന്നായിരുന്നു കൊച്ചുമോൻ ആ പ്രധാന അധ്യാപികയോട് പറഞ്ഞത്. പിന്നീട് പക്ഷേ അവരെ കണ്ടില്ല. എന്നാൽ ഏതാണ്ട് 10:45 10:30 ശേഷം ആ അതിക്രമം നടന്നു. ഇതിന്റെ ഇവിടെ അകത്ത് വെച്ചാണ് ചെയ്തത്. അപ്പം ടീച്ചർ പിന്നെ കാറിക്കൊണ്ട് വരുമ്പോഴാണ് എല്ലാവരും കാണുന്നത്. പുള്ളിക്കാരൻ വന്ന് വിളിച്ച് എന്തെങ്കിലും പറയാനാന്നല്ല വിചാരിക്കും. ഇവിടെ വേണമെങ്കിൽ താമസിക്കാൻ നമ്മൾ ഒത്തിരി നാളായതല്ലേ. അന്നേരം പിന്നെ എന്തിനേലും ആയിരിക്കും എന്ന് വിചാരിച്ചു. അപ്പം ടീച്ചർ ഓഫീസിലോട്ടായിരിക്കും കയറി പോകുന്നത്. അന്നേരം അത് അങ്ങനെ ഇവിടെ വെച്ചാണ് ചെയ്തത്. പിന്നെ വേദന എടുക്കുന്നതെന്ന് പറഞ്ഞാൽ അങ്ങനെ കാര്യം വർത്താനം പറയുന്നുണ്ട്. അല്ലാതെ വേറെ കൂടുതലൊന്നും പറഞ്ഞില്ല. പിന്നെ പെട്ടെന്ന് തന്നെ ഞങ്ങൾ ഓട്ടം വിളിച്ച് പോയി. ഇപ്പം ആശുപത്രിയിൽ കൊണ്ടുപോകാൻ പറഞ്ഞാൽ ഞങ്ങൾ കൊണ്ടുപോകായിരുന്നു. വേദന എടുത്ത് ഇങ്ങനെ കുറയുമല്ലേ. അല്ലാതെ തലകറവും അങ്ങനെയൊന്നും ചെയ്തു. അവിടെ നമ്മുടെ ഇങ്ങനെ ബ്ലഡ് പോകുന്നത് കണ്ടു. ഡോണിയ ക്ലാസ് മുറിയിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു ഇത്തരത്തിലൊരു ആക്രമണം. ക്ലാസ് മുറിയിൽ നിന്ന് വിളിച്ചിറക്കി കഴുത്തിൽ കത്തിവെച്ച് പരിക്കേൽപ്പിക്കുകയായിരുന്നു. ഡോണിയെ ഉച്ചത്തിൽ നിലവിളിക്കുന്നത് കേട്ട് അധ്യാപകർ ഓടിക്കൂടി. അങ്ങനെ ഈ അധ്യാപകരാണ് ഡോണിയെ ആശുപത്രിയിലേക്ക് എത്തിക്കുന്നത്. പക്ഷേ കൊച്ചുമോനെ പിടികൂടാൻ കഴിഞ്ഞില്ല. കൊച്ചുമോൻ ഓടി രക്ഷപ്പെട്ടു. സഹ അധ്യാപകരാണ് ഈ തെള്ളകത്തുള്ള സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. എന്നാലും ഈ അതിക്രമം നടക്കുമ്പോൾ ആ ജനലിന്റെ അപ്പുറത്ത് നിന്ന് ചില ആളുകളും ഈ സംഭവം കാണുന്നുണ്ടായിരുന്നു. അവരും ഓടിയെത്തി ഇയാളെ പിടികൂടാൻ. പക്ഷേ കയ്യിൽ ആ കത്തി കണ്ടപ്പോൾ അവരും ഒന്ന് ഭയപ്പെട്ടു. നമ്മുടെ പുറകെ താമസിക്കുന്ന ഹിന്ദിക്കാർ അവിടെ നിന്ന് കണ്ടോണ്ടിരിക്കുക. മാ പൊത്തി പിടിച്ചേക്കുക. അപ്പം പുള്ളിക്കാരത്തെ അത് കണ്ടോണ്ടാണ് അവിടെ നിന്ന് ഓടി വന്നു കഴിഞ്ഞപ്പം ആ പുള്ളി ഇവിടെ നിന്ന് ഇറങ്ങി വന്നു. ഒരു കുഴപ്പമില്ല. അന്നേരം ആ പുള്ളിക്കാരത്തേക്ക് ഒരു പേടി കയ്യിലെന്ന് ആ പുള്ളിക്കാരത്തെ അങ്ങോട്ട് മാറിപ്പോയി. അപ്പം പറഞ്ഞു ഒന്നും പേടിക്കണ്ട, നീ എന്തിനാ വന്നേ, ഒന്നും വേറെ പ്രശ്നമൊന്നുമില്ലെന്ന് പറഞ്ഞ് പുള്ളി ഇതിനെ അങ്ങോട്ട് ഫുള്ളായിട്ട് ഇറങ്ങി. കുടുംബ പ്രശ്നങ്ങളാണ് ഇത്തരത്തിലൊരു അതിക്രമത്തിന് കാരണമെന്നാണ് പോലീസിന്റെ നിഗമനം. പരപുരുഷ ബന്ധം സംശയിച്ചിരുന്നു കൊച്ചുമോൻ എന്നാണ് പോലീസ് പറയുന്നത്. അതുകൊണ്ടാണ് നിരന്തരം ഈ അധ്യാപികയെ ഇയാൾ ക്രൂരമായി മർദ്ദിക്കാനുള്ള സാഹചര്യം. 2 വയസ്സുള്ളൊരു മകനുണ്ട് ഇവർക്ക്. എന്താണെങ്കിലും കൊച്ചുമോനൊപ്പമാണ് ആ മകൻ താമസിക്കുന്നത്. കൊച്ചുമോനെ പാമ്പാടിയിൽ നിന്ന് പോലീസ് പിന്നീട് കസ്റ്റഡിയിലെടുത്തു. രക്ഷപ്പെട്ടെങ്കിലും അധികം ഓടാൻ കഴിഞ്ഞില്ല ഇയാൾക്ക്. ഡോണിയ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്.